പ്രിയപ്പെട്ട KSRTCയിലെ ജീവനക്കാരെ, ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതെങ്ങനെ വിയർപ്പൻ്റെ അസുഖമുള്ള ഒരാളിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അയാളുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്, വിവരാവകാശ രേഖകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. 23/11/2015 386 ഭരണസമിതിയുടെ അജണ്ട ഇന നമ്പർ 19/2017 അത് ഞാനൊന്ന് വായിക്കാം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിനായി എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഓപ്പറേഷൻസ് ബ്രാക്കറ്റിൽ അധിക ചുമതല വഹിക്കുന്ന ചീഫ് ട്രാഫിക് മാനേജർ ശ്രീ ജി അനിൽകുമാർ സമർപ്പിച്ച അപേക്ഷ സംബന്ധിച്ച് അജണ്ട ഇനം ഭരണസമിതി WPC നമ്പർ 2832/2016 M എന്ന ഹർജിയിലെ 16/3/2017 തീയതിയായ ഹൈക്കോടതി ഉത്തരവ് കൂടി പരിഗണിച്ച് വിശദമായി ചർച്ച ചെയ്തു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് 1950 ഖണ്ഡിക 45 1-2C പ്രകാരം എ കോർപ്പറേഷൻ മേ വിത്ത് ദി പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി ഗവൺമെന്റ് മേക്ക് റെഗുലേഷൻ നോട്ട് inconsistent with the act and rule made thereunder for the administration of the affairs of the corporation. 2. In particular and without prejudice to the generality of the foreign power, such a regulation may provide for all or any of the following matters, namely, C. The condition of appointment and service and the scale of pay offers and servants of the corporation other than the chief executive officer or general manager and the chief account officer. സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ റെഗുലേഷൻ പുറപ്പെടുവിച്ചില്ലെങ്കിൽ മാത്രമേ ഏതു റെഗുലേഷനും സാധ്യതയുള്ളൂ എന്നത് ഭരണസ്ഥിതി സമിതി വിലയിരുത്തി. നിലവിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ പുറപ്പെടുവിച്ച റെഗുലേഷൻ ഇല്ലാത്തതിനാൽ RTC ആക്ട് 1950 പ്രകാരം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് പ്രൊമോഷൻ നൽകാനാവില്ല എന്നും മുൻ ഭരണസമിതികൾ അംഗീകൃത റെഗുലേഷൻ ഇല്ലാതെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തസ്തികയിലേക്ക് നടത്തിയ നിയമനങ്ങൾ സാധുത ഇല്ലാത്തതിനാൽ നടപ്പ് ഭരണസമിതി റദ്ദാക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ ശ്രീ അനിൽകുമാറിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തസ്തികയിലേക്ക് പ്രമോഷനായി പരിഗണിക്കാനാവില്ല എന്ന് ഭരണസമിതി തീരുമാനിച്ചു. ഇതാണ് 386 ഭരണസമിതിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയതിന് കിട്ടിയ മറുപടി, വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി. പക്ഷേ ഇദ്ദേഹം എങ്ങനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ചുമതലയിൽ എത്തി എന്ന് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും അന്ന് ഭരണത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ KSRTCയുടെ ചുമതല വഹിച്ചിരുന്ന ആളുകളും ഉത്തരം പറയേണ്ടതാണ്. ഇത് ജീവനക്കാർക്ക് അറിയാനുള്ള അവകാശമാണ്. കാരണം ഇത്തരം നുഴഞ്ഞു കയറ്റങ്ങളിലൂടെ ഇദ്ദേഹം പല സ്ഥാനങ്ങളിലും എത്തിപ്പെട്ടു എന്നുള്ളതാണ്. കാരണം 18 വർഷം സർവീസ് ഉള്ള ഒരാൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതിന് മുകളിലേക്കോ ഒക്കെ പോവുകയാണ്. അത് നിയമങ്ങളെ, കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു ഇത് നിയമം അസാധുവാക്കിയിരുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1950 ആക്ട് പ്രകാരം ഇത് സാധുത ഇല്ലാത്തതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഇതിനു മുമ്പ് ചുമതല ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ഇദ്ദേഹത്തിന് യാതൊരു കാരണവശാലും അതിൻ്റെ അധിക ചുമതല നൽകാനാകില്ല എന്നും കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹം ഈ പദവികളിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി താങ്കളോടൊപ്പമുള്ള ആളിനോട് ചോദിക്കണം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഏതെല്ലാം രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്? ഇങ്ങനെ ഇദ്ദേഹം ഏതെല്ലാം രീതിയിൽ അനധികൃതമായി ഇതെല്ലാം ഈ അവകാശങ്ങളെല്ലാം നേടിയെടുത്തു എന്നുള്ളത് പൊതുജനങ്ങളും ജീവനക്കാരും KSRTC മാനേജ്മെന്റും പരിശോധിക്കപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം ഒരുപാട് നീചപ്രവൃത്തികൾ ഈ ആൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരവാദി ഇവിടെ ഉണ്ടായിരുന്ന ഭരണക്കാരാണ്, അല്ലെങ്കിൽ യൂണിയൻകാരെ അതിനകത്ത് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാര്യം എല്ലാ യൂണിയനിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പ്രത്യേകം യൂണിയനോ അല്ലെങ്കിൽ ആഭിമുഖ്യമൊന്നുമില്ല. ആരോടെ കൂടുന്നോ അവരാണ് അദ്ദേഹത്തിൻ്റെ യൂണിയൻ. എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയും അതിനനുസരിച്ച് പ്രതിഫലം
യൂണിയൻകാരും തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഭരണസമിതി അംഗീകാരം ഇല്ലാതിരുന്നിട്ട് പോലും എങ്ങനെ ഇദ്ദേഹം എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. Thank you.